അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു നാളെ പടച്ചറപ്പിന്റെ നരകമുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പറയുകയാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു നാളെ പടച്ചറപ്പിന്റെ അല്ലാഹുവിന്റെ നരകത്തിലേക്ക് വലിച്ചെറിയുന്ന 3 വിഭാഗം ആരെന്നറിയോ? അബൂ ഹുറൈറ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു നാളെ നരകത്തിലേക്ക് വലിച്ചെറിയുന്ന ആദ്യമായിട്ട് വലിച്ചെറിയുന്ന 3 വിഭാഗം ആരാണെന്നറിയുമോ? ഇത് പറയുമ്പോഴേ അബൂ ഹുറൈറ തങ്ങൾ ബോധം കെട്ട് താഴെ വീഴുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഹദീസ് 3 വിഭാഗം ആൾക്കാരെയാണ് നാളെ പടച്ചറപ്പിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്തിലേക്ക് ആദ്യമായിട്ട് വലിച്ചെറിയുന്നത്. ഈ ഹദീസ് അങ്ങോട്ട് പറഞ്ഞു ആരാണ് 3 വിഭാഗം എന്ന് പറഞ്ഞില്ല. അതിനു മുമ്പേ നിലവിളിച്ച് ബോധം കെട്ട് വീഴുകയാണ്. അല്ലാഹുവേ, സ്വഹാബത്ത് വെള്ളമെടുത്തിട്ട് അബൂ ഹുറൈറ തങ്ങളുടെ മുഖത്ത് കുടയുകയാണ്. അവിടെ നിന്ന് ബോധം തിരിച്ചു വരാൻ, അവിടെ നിന്ന് ബോധം തിരിച്ചു വന്നു. പിന്നെയും പറഞ്ഞു പിന്നെയും കരഞ്ഞുകൊണ്ട് ബോധം കെട്ട് വീഴുകയാണ്. രണ്ടാമതും അവിടെ നിന്ന് പറയുന്നു അല്ലാഹുവിന്റെ നരകത്തിൽ ആദ്യമായിട്ട് വലിച്ചെറിയുന്ന 3 വിഭാഗം. ഇത് പറഞ്ഞപ്പോഴേ അബൂ ഹുറൈറ തങ്ങൾ പിന്നെയും ബോധം കെട്ട് താഴെ വീണു. സ്വഹാബികളുടെ മുഖത്ത് വെള്ളമെടുത്തു. അവിടെ നിന്ന് ബോധം തിരിച്ചു വന്നു. മൂന്നാമതും എഴുന്നേറ്റിരുന്ന ഹദീസ് പറയുകയാണ്. പറഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെയും ബോധം കെട്ട് വീണു. എന്റെ പ്രിയമുള്ളവരെ, എന്നിട്ട് സ്വഹാബികൾ അവിടെ നിന്ന് വെള്ളമെടുത്തൊഴിച്ചു. അബൂ ഹുറൈറ തങ്ങൾക്ക് ബോധം തിരിച്ചു വന്നു. സ്വഹാബത്ത് ചോദിക്കുന്നു, അബൂ ഹുറൈറ, നരകത്തിൽ ആദ്യമായിട്ട് വലിച്ചെറിയുന്ന 3 വിഭാഗമാരാ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത ഹദീസാണല്ലോ. അബൂ ഹുറൈറ തങ്ങളുടെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. അവിടുത്തെ ചുണ്ടുകൾ പിടയാൻ തുടങ്ങി. കണ്ണിലൂടെ കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. സ്വഹാബത്ത് മുഴുവനും പേടിച്ച് വിറച്ചുകൊണ്ട് മുന്നിലിരിക്കുകയാണ്. അല്ലാഹുവേ, എന്നിട്ട് അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആളെ നരകത്തിലേക്ക് വലിച്ചെറിയുന്ന 3 വിഭാഗം ആരെന്നറിയുമോ? ഒന്നാമതായി പറഞ്ഞു കൊടുക്കുന്നു ആരാ? കള്ളുകുടിയനല്ല, വ്യഭിചരിച്ച് നടക്കുന്നവനല്ല, പലിശക്കാരനല്ല, നിസ്കരിക്കാത്തവനല്ല, സദഖ കൊടുക്കാത്തവനല്ല. പിന്നെ ആരെന്നറിയുമോ? അവിടെ നിന്ന് പറഞ്ഞു സ്വഹാബാ ഖാരിഉൽ ഖുർആൻ. അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്തിലേക്ക് പടച്ചറപ്പ് ആദ്യമായിട്ട് വലിച്ചെറിയുന്ന മനുഷ്യനാരാ? അല്ലാഹുവിന്റെ ഖുർആൻ പഠിച്ചവനാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. നരകത്തിലേക്ക് വലിച്ചെറിയുന്ന ഒന്നാമത്തെ മനുഷ്യനാരാ? അല്ലാഹുവിന്റെ ഖുർആൻ പഠിച്ചവൻ, അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നവൻ. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആൻ പഠിച്ചവനാ. ആരാ പറയുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, നൂറുകണക്കിന് ആയിരക്കണക്കിന് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സഹാബിയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ വല്ലാതെ സ്നേഹിച്ചിരുന്ന അബൂ ഹുറൈറ. സത്യത്തിൽ അബൂ ഹുറൈറയുടെ പേരെന്തെന്നറിയുമോ? ആർക്കും അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരറിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അബ്ദുറഹ്മാൻ എന്നാണ് യഥാർത്ഥത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ പേര് അബ്ദുറഹ്മാൻ എന്നാ. പിന്നെ എങ്ങനെയാ അബൂ ഹുറൈറ എന്ന പേര് വന്നതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വസ്ത്രത്തിന്റെ ചാരത്ത് ഒരു പൂച്ചക്കുട്ടി കയറിയിരുന്നു. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വസ്ത്രത്തിന്റെ മുകളിൽ ഒരു പൂച്ച കയറിയിരുന്നു. എന്നിട്ട് ആ പൂച്ച എവിടെ ഇരുന്ന് ഉറങ്ങുകയാണ്. ലോകത്തിന്റെ നേതാവ് ഇങ്ങനെ ഇരിക്കുകയാണ്. പൂച്ച എഴുന്നേക്കട്ടെ പോകാമെന്ന് കരുതിയിട്ട് റസൂലുള്ളാഹി ഇരിക്കുകയാ. സഹാബികൾ മുഴുവനും നോക്കിയിരുന്നു. കുറേ സമയം കഴിഞ്ഞിട്ട് പൂച്ച എഴുന്നേൽക്കുന്നില്ല. റസൂലുള്ളാഹി തങ്ങൾ എഴുന്നേറ്റ് പോകുന്നുമില്ല. അവസാനം അല്ലാഹുവിന്റെ റസൂൽ വിചാരിച്ചു ഉണരട്ടെ, ആ സമയത്ത് പോകാം. അവസാനം ഒരുപാട് കഴിഞ്ഞിട്ടും പൂച്ച എഴുന്നേൽക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഉറങ്ങുന്ന പൂച്ചയെ ആട്ടി ഓടിക്കാതെ തന്റെ വസ്ത്രം അവിടെ നിന്ന് മുറിച്ചിട്ട് ആ പൂച്ചയെ വെറുതെ വിട്ട് ഉറങ്ങാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. എന്നിട്ട് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, സഹാബാ, നിങ്ങൾ പൂച്ചയെ സ്നേഹിക്കണേ, നിങ്ങൾ പൂച്ചയോട് കരുണ കാണിക്കണേ. ലോകത്തിന്റെ നേതാവ് ഇത് പറഞ്ഞു കഴിയുമ്പോ മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അതിനുശേഷം പൂച്ചയെ വല്ലാതെ ഇഷ്ടമാണ്. പൂച്ചക്കുട്ടിയെ വല്ലാതെ സ്നേഹിക്കുമായിരുന്നു. പൂച്ചക്കുട്ടിയെ വല്ലാതെ താലോലിക്കുമായിരുന്നു. മുത്തുനബി പൂച്ചയെ സ്നേഹിക്കണേ എന്ന് പ്രവാചകൻ അവിടെ നിന്ന് കരുണ കാണിക്കണേ എന്ന് പറഞ്ഞപ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അതിനുശേഷം പൂച്ചയെ വല്ലാതെ ഇഷ്ടമായിരുന്നു. പൂച്ചയോട് സ്നേഹം കാണിക്കുന്നത് കണ്ടപ്പോ മുത്തുനബി വിളിച്ച പേരാണ് അബൂ ഹുറൈറ. പൂച്ചയുടെ വാപ്പ എന്ന് സ്നേഹത്തോടെ വിളിച്ചതാ. പൂച്ചയുടെ വാപ്പ എന്ന് മുത്തുനബി സ്നേഹത്തോടെ വിളിച്ചതാണ്. അതാണ് മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. സാധാരണ ഒരു സഹാബിയല്ല, ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബിയാണ്. ഈ സഹാബിയാണ് നിലവിളിക്കുന്നത്, റബ്ബേ, നാളെ നരകത്തിൽ വലിച്ചെറിയുന്ന ഒന്നാമത്തെ വിഭാഗം അത് ഖുർആനിന്റെ അഹിലുകാരാണല്ലോ, അത് പരിശുദ്ധമായ ഖുർആൻ പഠിച്ചവരാണല്ലോ, അത് ഖുർആൻ പഠിക്കുന്നവരാണല്ലോ. അല്ലാഹുവേ, അവിടെ നിന്ന് ഹദീസ് പറഞ്ഞിട്ട് കരഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ചവർക്ക് നാളെ റബ്ബ് കൊടുക്കുന്ന ശിക്ഷ ഇതാണെങ്കിൽ എങ്ങനെ ഖുർആൻ പഠിച്ചവർക്കാണ് പടച്ചറബി ശിക്ഷ കൊടുക്കുന്നത്? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, പൂച്ചയുടെ വാപ്പ എന്ന് മുത്തുനബി വിളിച്ച സഹാബി. എന്റെ പ്രിയപ്പെട്ട